ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോക്കുന്നത് നമ്മളുടെ കരിയറിനെ കുറിച്ചാണ്. താങ്കളുടെ കരിയർ ഏത് പൊസിഷനിലാണ്, അതിൻ്റെ എനർജി എന്താണ്, താങ്കളിലേക്ക് വരുന്ന അവസരങ്ങൾ എന്താണ്, അതുകൊണ്ടുള്ള ഔട്ട്കം എന്താണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇന്ന് റിലേഷൻഷിപ്പ് റീഡിങ് നോക്കുന്നില്ല, ലാസ്റ്റ് ഒരു കാർഡ് എടുത്ത് നോക്കാം, നിങ്ങളുടെ പേഴ്സണൽ എനർജി എന്നാണ് നോക്കാം. ഓക്കെ, അത് മാത്രം നോക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് പോസിറ്റീവിലേക്ക് മാറ്റിയെടുക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ബിഫോർ ഗോയിങ് ടു സ്ലീപ്പ് നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഒരു പേപ്പർ എടുത്തിട്ട് ഐ ആം ഇൻഫിനിറ്റീവ് എന്ന് എഴുതിയിട്ട് ഐ ആം ഹെൽത്തി, ഐ ആം വെൽത്തി, ഐ ആം ഹാപ്പി എന്നൊക്കെ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് ആ പേപ്പർ തലക്കിൽ വെച്ച് കിടന്നുറങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ എഴുതി വെക്കാം, എന്നിട്ടത് തലക്കിൽ വെച്ച് കിടന്നുറങ്ങുക. ഓക്കെ, അതങ്ങനെ കുറേ ദിവസങ്ങൾ അതങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. അതേപോലെ നെഗറ്റീവായ കാര്യങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ചിന്തയിൽ വരുന്ന നെഗറ്റീവായ കാര്യങ്ങൾ എല്ലാം എഴുതിയിട്ട് കത്തിച്ച് കളയുക. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കരിയറിൽ എന്താണെന്ന് നോക്കാം. ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ കരിയറിൽ വളരെ കുഴപ്പമില്ല. നിങ്ങൾ നല്ലൊരു ഏണിങ്സിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ലൊരു തരക്കേടില്ലാത്ത വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സന്തോഷമാണ്, സമൃദ്ധിയാണ്. ഇത് നിങ്ങളിലേക്ക് വരുന്ന കരിയറിൽ വരുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇതാണ് കിങ് ഓഫ് വാൻഡ്സ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട, നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു പൊസിഷൻ, നല്ലൊരു ജോലി, സാമ്പത്തിക ഫിനാൻഷ്യൽ ഒരു സ്റ്റേജ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇതാണ് ഈ കാണുന്നത്. ആ വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയറിൻ്റെ, അതായത് ആവേശത്തിൻ്റെ ഒരു കാർഡാണ് വാൺസ്. ഇത് മൈനർ ആർക്കാന കാർഡാണ്. അപ്പോൾ കിങ് ഓഫ് വാൺസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മെച്യൂരിറ്റി, അതായത് ഒന്നിൽ നിന്ന് തുടങ്ങിയിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അതായത് ഫിനാൻഷ്യലി നല്ലൊരു ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അതേപോലത്തെ പൊസിഷനിലേക്ക് നിങ്ങളെത്തും എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിനിവേശമാണ് ചുവപ്പ് ഡ്രസ്സ്. അതേപോലെ ആ ദേഹത്ത് കാണുന്ന നേരത്തെ പുറകിലൊക്കെ കാണുന്ന പിക്ചറിന് പോലെ സലമാണ്ടറാണ്. ആ താഴെ കാണുന്ന സലമാണ്ടറാണ്. അതായത് രൂപകൽപ്പനയൊക്കെ പൂർത്തിയായും, അതായത് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ സാറ്റിസ്ഫാക്ഷൻ, എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ നിങ്ങൾക്കും നല്ലൊരു പൊസിഷനിലേക്ക് നിങ്ങൾ വരുന്നതാണ് സാമ്പത്തികമായിട്ട്. അപ്പോൾ അതാണ് അടുത്ത താമസിച്ചതിൻ്റെ ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു. ഔട്ട്കം വീൽ ഓഫ് ഫോർച്യൂണാണ്. വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത് മേജർ ആർക്കാന കാർഡാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻസിൽ അതും ഇനി വരാൻ പോകുന്ന ഇതും അത് രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് ഒരു നല്ല കാലാവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരായിരിക്കാം, കുറച്ച് മോശമായിട്ട് വരാവുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടകാലവും ദുരിതവും വേദനയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മാറി നല്ലൊരു അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ട് നല്ല അവസ്ഥയാണ് വരുന്നത്. കാരണം ഇവിടുത്തെ ഈ കാർഡ് വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല സിറ്റുവേഷനാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ നല്ല ബാക്ക്ഗ്രൗണ്ട് ആകുന്നതാണ്, നല്ലൊരു ഉറച്ച പൊസിഷനിലേക്ക് എത്തുന്നതാണ്, നല്ലൊരു ലൈഫിലേക്കും. അത് ഫിനാൻസ് ഉണ്ടെങ്കിൽ പിന്നെ നല്ലൊരു സാമ്പത്തികം കിട്ടുമല്ലോ. അപ്പോൾ നല്ലൊരു സാമ്പത്തികം കിട്ടിയ പിന്നെ ലൈഫിലേക്കും നല്ലൊരു സ്ഥിതിയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി നോക്കട്ടെ. പേഴ്സൺ ഏത് അവസ്ഥയിലാണെന്ന് നോക്കട്ടെ. പേഴ്സൻ്റെ അവസ്ഥ ഇതാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു ദുഃഖിതനായിട്ടിരിക്കുന്ന, അതായത് എന്തോ സംതിങ് പുള്ളിക്കാരൻ ലൈഫിൽ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ഓർത്തായിരിക്കും എന്തോ അദ്ദേഹത്തിനുള്ളധികം വളരെ ദുഃഖകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സുരക്ഷിതമാക്കുക. കാരണം നമ്മുടെ ലൈഫ് ഓരോ വ്യക്തികളും ചിന്തിക്കുന്നതാണ്. അവർ ലൈഫ് ഈസ് അവർ റെസ്പോൺസിബിൾ. അത് മറ്റുള്ളവരുടെ തല കൊണ്ട് വെക്കാതെ നമ്മുടെ ലൈഫ് നമ്മൾ നോക്കുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് കൈപിടിച്ച് ഉയർത്തി അവരെ റൈസ് ചെയ്ത് അവർക്ക് അവരുടെ പൊസിഷനിൽ അവരെത്തിക്കുക. അതാണ് നമ്മുടെ ജോലി. പിന്നെ നമ്മളുടെ ലൈഫും നോക്കുക ആ കൂട്ടത്തിൽ. അല്ലാതെ അവർക്ക് വേണ്ടി മാത്രം ജീവിക്കണമെന്ന് പറയുന്നില്ല, നമ്മളുടെ കാര്യം നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.